എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിമാറ്റത്തിൽ കലഹിച്ച EP ജയരാജൻ. ചടങ്ങിന് EP എത്തിയില്ല. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുത്തില്ല. സഹകരണ രംഗത്തെ തകർക്കുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം. O രാജഗോപാലിന് വിയോജിപ്പ്. ഏത് ബാങ്കിലും എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്താമെന്ന് പിണറായി. നിക്ഷേപ സുരക്ഷിതത്വത്തിന് സർക്കാരിന്റെ ഗ്യാരണ്ടി. സംയുക്ത സമരമില്ലെന്ന് ആവർത്തിച്ചു VM സുധീരൻ. സഹകരണ മേഖലയ്ക്ക് ഇളവ് നൽകാൻ കേന്ദ്രത്തിൽ ആലോചന. പണം നബാർഡ് വഴി എത്തിക്കും. നോട്ട് ദുരിതത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം. ടിവിയിൽ വരുന്ന മോദി സഭയിൽ വരാത്തത് എന്തെന്ന് രാഹുൽ ഗാന്ധി. ആപ്പിലൂടെ ജനാഭിപ്രായം തേടി പ്രധാനമന്ത്രി. ഇന്ത്യ പാക് അതിർത്തി വീണ്ടും സംഘർഷഭരിതം. 3 ഇന്ത്യൻ സൈനികർ വെടിവെപ്പിൽ വീരമൃത്യു വരിച്ചു. ഒരു സൈനികന്റെ മൃതദേഹം വികൃതമാക്കി. ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൈന്യം. കർണാടക സംഗീത കുലപതി ഡോക്ടർ ബാലമുരളീകൃഷ്ണ അന്തരിച്ചു. വിടവാങ്ങിയത് രാഗാചാര്യനായ അതുല്യ പ്രതിഭ. പിണറായി സർക്കാരിലെ മന്ത്രിമാറ്റത്തിൽ അതൃപ്തനായി EP ജയരാജൻ. M മണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും EP പങ്കെടുത്തില്ല. സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലും EP ജയരാജൻ ഉണ്ടായിരുന്നില്ല. പുതിയ മന്ത്രിയെ തീരുമാനിക്കാൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ EP ജയരാജൻ തുടർന്ന് നടന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതിരുന്നത് പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ലെങ്കിലും തനിക്കുള്ള അതൃപ്തി EP പരോക്ഷമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പാർട്ടിയോടും നേതാക്കളോടുമുള്ള അതൃപ്തി പരസ്യമാക്കി EP ജയരാജൻ ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത്. മുൻ മന്ത്രി കൂടിയായ EP ജയരാജൻ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇതിനോടകം തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. M മണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ടും EP എത്താതിരുന്നത് പുതിയ മന്ത്രിയെ തിരഞ്ഞെടുത്തതിലെ അതൃപ്തിയെ തുടർന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിജിലൻസിൽ നിന്ന് ക്ലീൻ ചിറ്റ് നേടി തിരികെ വരാമെന്ന് പ്രതീക്ഷിച്ച EPക്ക് പുതിയ മന്ത്രിയെ തിരഞ്ഞെടുത്തത് വഴി ഈ സാധ്യതയാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ EPയുടെ നിലപാടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതേസമയം M മണി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ EP ജയരാജനൊപ്പം VS അച്യുതാനന്ദന്റെ അസാന്നിധ്യവും ശ്രദ്ധേയമായി. രാജ്ഭവൻ അങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം M മണിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഗൗരവമായിരുന്നു M മണിയുടെ സത്യപ്രതിജ്ഞ. M മണി ആയ ഞാൻ നിയമം സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മന്ത്രിമാരടക്കം LDF നേതാക്കൾ മിക്കവരും ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. VS അച്യുതാനന്ദൻ, EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ചടങ്ങിനെത്തിയില്ല. ഭാര്യ, മക്കൾ, ചെറുമക്കൾ, M മണിയുടെ 30ഓളം കുടുംബാംഗങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനെത്തി. പ്രിയ നേതാവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ ഏറ്റുവാങ്ങിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണറുടെ പ്രത്യേക ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം ഔദ്യോഗിക വാഹനത്തിൽ M മണി സെക്രട്ടേറിയറ്റിലേക്ക്. മലയോര മേഖലയിൽ കമ്മ്യൂണിസം കെട്ടിപ്പടുത്ത M മണിയെ കാത്തിരിക്കുന്നത് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളെ നേരിടാൻ M മണിക്ക് ആവുമോ? കാത്തിരിക്കണം. ഒപ്പം ഇന്നത്തെ ചടങ്ങിന് VS അച്യുതാനന്ദന്റെയും EP ജയരാജന്റെയും അസാന്നിധ്യം പകിട്ടിനിടയിലും കല്ലുകടിയായി. VR കാർത്തിക്, ടീം റിപ്പോർട്ടർ. ചർച്ചയിൽ ശ്രീ PM മനോജ്, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ, ശ്രീ സണ്ണി ജോസഫ്, കോൺഗ്രസ് MLA, ശ്രീ JR പത്മകുമാർ, BJP സംസ്ഥാന വക്താവ്, ശ്രീ A സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ A സജീവൻ, താങ്കളുടെ നിരീക്ഷണത്തോടെ ചർച്ച ആരംഭിക്കാം. EP ജയരാജനെ വിശ്വാസത്തിലെടുത്ത് പുതിയ മന്ത്രിയെ തീരുമാനിക്കാൻ എന്തുകൊണ്ട് CPIM-ന് കഴിഞ്ഞില്ല എന്ന് താങ്കൾ കരുതുന്നു? EP ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം പിണറായിയുടെ തന്നെ പ്രതിപുരുഷനായി അറിയപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. ആ പിടി അദ്ദേഹത്തിൽ ഇപ്പോഴില്ല, അത് അയയുകയാണ്. EP ജയരാജൻ CPIM രാഷ്ട്രീയത്തിൽ തികച്ചും ഒറ്റപ്പെടുകയാണ് എന്ന് നിരീക്ഷിക്കണമോ? അല്ല, EP ജയരാജൻ ഒറ്റപ്പെടുന്നു എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്ക് ഒരു പുതിയ മന്ത്രിയെ കണ്ടെത്തണം. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ EP ജയരാജൻ ചെയ്യേണ്ടത് അദ്ദേഹം ഈ മന്ത്രിസഭ ഈ പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പോവുകയാണ്. അദ്ദേഹത്തെ പാർട്ടി ഒതുക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം
അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം തന്നെ വരുത്തിവെച്ച കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 3 ബന്ധുക്കളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. അത് മുഖ്യമന്ത്രി അറിയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടി തീർച്ചയായിട്ടും അതിനെ അദ്ദേഹത്തെ കൈവഴുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി എന്നിട്ട് ഇനി അദ്ദേഹത്തിന് താൻ തെറ്റുകാരനല്ല എന്നൊക്കെ തെളിയിക്കേണ്ടത് വിജിലൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്. ആ സമയത്ത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും പുതിയ മന്ത്രിയെ കണ്ടെത്താൻ പറ്റും, മുഖ്യമന്ത്രിക്ക് പുതിയ മന്ത്രിയെ കണ്ടെത്താൻ പറ്റും. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പുതിയ മന്ത്രി വേണമെന്നും അത് പിന്നെ EP ജയരാജന് പകരമായിട്ടൊരാൾ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ച് വകുപ്പുകൾ മാറ്റിയിട്ട് ഒരു മന്ത്രി അങ്ങോട്ട് കൊടുത്ത് പുതിയ മന്ത്രിയായിട്ട് വരികയും ചെയ്തു. ഇത് ഒരു കൃത്യമായിട്ടും പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ്. അത് കോടിയേരിയുടെ വിരോധം കൊണ്ടാണെന്നൊക്കെ നമ്മൾ പല ആളുകളും പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു പക്ഷെ അങ്ങനെയായിരിക്കാം. ഞാൻ താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുന്നു. ശ്രീ PM മനോജ് കടുത്ത അതൃപ്തിയിലാണ് EP ജയരാജൻ എന്നുള്ളതാണ് വാർത്തകൾ. അത് പത്രങ്ങളിലും ചാനലുകളിലും ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ക്ഷുഭിതനായ EP ജയരാജൻ ഞാൻ MLA സ്ഥാനം തന്നെ എന്നാൽ ഒഴിഞ്ഞു കളയാമെന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് EP ജയരാജൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ ആ വാർത്തകൾ ശരിയാണ് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ വിശ്വസിക്കില്ലേ? അല്ല, അങ്ങനെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ അത് ഇന്ന് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ MLA-മാരും പങ്കെടുത്തതല്ല ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതുകൊണ്ട് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ചർച്ച കൊണ്ടുപോകുന്നതിലുള്ള അനൗചിത്യം ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ EP ജയരാജനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങൾ വേട്ടയാടിയത് എന്ന് നമുക്കെല്ലാം അറിയാലോ. ശരി, ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിയിലെത്തി. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് 500 കോടിയുടെ തേക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് കൊടുക്കണമെന്ന് EP ജയരാജൻ ശുപാർശ ചെയ്തു എന്ന വ്യാജ വാർത്ത ആഘോഷിച്ച ആളുകളല്ലേ നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. വിഷമം സ്വാഭാവികമല്ലേ. അത്തരം വ്യാജ വാർത്തകൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സാധാരണ പൊതുപ്രവർത്തകനല്ല, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ്. ഇപ്പോഴും ശരീരത്തിന് വെടിയുണ്ടയും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ ഇത്രയധികം ദ്രോഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. ആ വിഷമമുള്ള ഒരു മനുഷ്യൻ തന്നെ ഇങ്ങനെ ഇത്രയും ക്രൂരമായി ആക്രമിച്ച് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് ചിരിച്ചു കാണിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു കടുപ്പല്ല. സാധാരണ മട്ടിൽ മാധ്യമങ്ങൾ വേട്ടയാടി, താങ്കളുടെ ആ വാദം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോൾ പാർട്ടി സംരക്ഷിക്കുകയല്ലേ വേണ്ടത്? മാധ്യമങ്ങൾ വേട്ടയാടുമ്പോൾ പാർട്ടിക്ക് ആ വേട്ടയുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യതയുമില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറി വിജിലൻസ് നടത്തുകയാണല്ലോ. ശരി, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു പുതിയ മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ആ പ്രിലിമിനറി എൻക്വയറിയിൽ കണ്ടെത്തുന്നത് എന്താണ്? അദ്ദേഹത്തിനെതിരെ കേസെടുക്കപ്പെടുമോ എന്ന് പോലും കാത്തിരുന്നില്ലല്ലോ പാർട്ടി. അത് അഭിലാഷ്, മന്ത്രിസ്ഥാനമാണ് എല്ലാം എന്ന് അഭിലാഷും ഞാനും കരുതുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. പാർട്ടിക്കും സഖാവ് EP ജയരാജനൊന്നും അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഘട്ടത്തിൽ കിട്ടുന്നതാണ് ഈ മന്ത്രിസ്ഥാനവും അധികാരമൊക്കെ. അതല്ലാതെ അധികാരവും മന്ത്രിസ്ഥാനവും ഇല്ലാത്ത EP ജയരാജനും മറ്റ് CPM നേതാക്കളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടിലില്ലേ? അവർക്ക് പൊതുപ്രവർത്തനത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരാളാണ് EP ജയരാജൻ എന്ന് വരുത്തി തീർക്കാൻ വീണ്ടും അദ്ദേഹത്തെ തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമമാണോ? ആ ശ്രമത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഭാഗഭാക്കാവുകയാണോ അഭിലാഷ് എന്നാണ് എനിക്കിപ്പോ ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഏതായാലും അതൊന്നും. അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം പോയി ആ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് പരിഭവിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് നിന്ന് മാറി നിൽക്കുക, അതൊന്നും അല്ല ശരി. അദ്ദേഹത്തിന്റെ എന്തോ വ്യക്തിപരമായ കാര്യത്തിന് അവിടെ നാട്ടിലാണ്, മട്ടന്നൂരാണ്, കണ്ണൂർ ജില്ലയിലാണ്. അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ ഇങ്ങോട്ട് വരും, ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അത്ര കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് പറയാൻ. ശരി, ശ്രീ സണ്ണി ജോസഫ്, താങ്കളുടെ അയൽ മണ്ഡലത്തിലെ MLA ആയ EP ജയരാജൻ ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന പ്രതീതി ജനിപ്പിച്ച് വ്യവസായ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രാജിവെച്ചൊഴിയേണ്ടി വന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ധാർമ്മികമായി അദ്ദേഹം ചുമതല ഒഴിയുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി പുതിയ ഒരാളെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്ന അന്വേഷണം പൂർത്തീകരിച്ച് അക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കണമായിരുന്നോ? എന്താണ് താങ്കൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്?
ഇല്ലില്ല, ഒന്ന് ജയരാജൻ്റെ പ്രതിഷേധം മനോജ് പറഞ്ഞതുപോലെ ഒരു സ്വാഭാവികമല്ല. ജയരാജൻ്റെ പ്രതിഷേധം വളരെ ബോധപൂർവമാണ്. ജയരാജൻ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല. ഇന്ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനമാണ്. ഒരുപക്ഷെ ഏതാണ്ട് എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാത്തതിന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടി കൃത്യമായിട്ടുള്ളൊരു മറുപടിയല്ല. ഇപ്പോൾ മനോജും പറയുന്നത് എന്താ, അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകും. ഈ പ്രത്യേക സമ്മേളനത്തിൽ ഒരു സഹകാരി കൂടിയായ EP ജയരാജൻ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമാണ്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും അദ്ദേഹത്തിൻ്റെ പകരക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. അത് ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. മറ്റൊരു കാര്യം കൂടി, ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത, സംസ്ഥാന സെക്രട്ടറി കോടിയേരി തന്നെ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഈ നിയമനത്തെ എതിർത്തിരുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും പുറത്തു പറഞ്ഞതും താൻ ഈ നിയമനം അറിഞ്ഞിരുന്നില്ല എന്നാണ്. എങ്കിൽ ഇന്ന് വാർത്ത വന്നിരിക്കുന്നു മുഖ്യമന്ത്രി നിയമനത്തെ എതിർത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ, മുഖ്യമന്ത്രിയുടെ അനിഷ്ടം, മുഖ്യമന്ത്രിയുടെ ഉപദേശം നിർദ്ദേശം വകവയ്ക്കാതെയുമാണ് ഈ ബന്ധു നിയമനം എന്ന് ഇന്ന് ഔദ്യോഗികമായിട്ട് CPM സെക്രട്ടറി പറഞ്ഞതായി വന്ന വാർത്തയും CPM-ൽ നിന്ന് ആരും നിഷേധിച്ചില്ല. ജയരാജൻ്റെ അസാന്നിധ്യത്തെ സംബന്ധിച്ചും CPM നേതൃത്വത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി, തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ അഭിലാഷ് ചോദിച്ചത് ഈ കേസിനെ സംബന്ധിച്ചാണ്. കേസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. നിയമത്തിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തത്വം തന്നെ അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നാണ്. സമ്മതിച്ച കാര്യങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. ദീസ് ഫാക്ട്സ് ആർ ഓൾറെഡി അഡ്മിറ്റഡ്. ഈ കാര്യങ്ങളെല്ലാം അധികപക്ഷവും സമ്മതിച്ച കാര്യങ്ങളാണ്. ബന്ധു നിയമനത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ കൊടുത്ത കത്ത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത് വായിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച VD സതീശൻ അതിനെ സംബന്ധിച്ച് ആ കത്തുകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ജയരാജൻ കൊടുത്ത നിർദ്ദേശങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ട് പോലും അതൊന്നും കണ്ണിക്കാൻ ഭരണപക്ഷത്ത് നിന്ന് ആരും ഉണ്ടായില്ല. ജയരാജൻ പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് യാതൊരു വാദഗതിയും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് കേസിൻ്റെ സ്വഭാവം എന്ത്, കേസ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിരിക്കുന്നു എങ്കിൽ പോലും കേസിൻ്റെ അന്തിമ ഫലം എന്ത് എന്ന് CPM നേതൃത്വത്തിന് നന്നായിട്ട് അറിയാൻ സാധിക്കും, വിലയിരുത്താൻ സാധിക്കും. ശരി, അതാണ് ശ്രീ PM മനോജ്. പക്ഷേ ഈ വിഷയത്തിൽ ജയരാജൻ്റെ ബോധ്യവും പാർട്ടിയുടെ ബോധ്യവും രണ്ടാണല്ലോ. നമുക്കതിന് കമ്മിറ്റികളിൽ പറഞ്ഞ ഒരു വാദവും എടുക്കേണ്ട, കാരണം അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് താങ്കൾ തർക്കിക്കുമല്ലോ. പൊതുസമൂഹത്തിന് മുൻപിൽ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നിയമന വിഷയത്തിൽ EP ജയരാജൻ തെറ്റുപറ്റിയതായി സംസ്ഥാന കമ്മിറ്റിയിൽ തുറന്നു പറയുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുറന്നു പറയുകയും അതനുസരിച്ച് അദ്ദേഹം സ്ഥാനമൊഴിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയാൻ പാർട്ടി അനുമതി നൽകിയെന്ന് ഒരു തരത്തിൽ പറയുന്നു. അതേ വാർത്താ സമ്മേളനത്തിൻ്റെ വെറും 15 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന അതേ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുക്കം ജയരാജൻ്റെ തെറ്റ് സ്പഷ്ടമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ അതിനുശേഷം നിയമസഭയിൽ EP ജയരാജൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാഫിയകൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു, പൊതുമേഖലയെ ശുദ്ധീകരിക്കാൻ പുറപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ കുറ്റം. അദ്ദേഹം ഒരു തരത്തിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല, പാർട്ടി പക്ഷേ തെറ്റാണെന്ന് പറയുന്നു. EP ജയരാജനെ കൊണ്ട് ഇന്നുവരെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന കാര്യം ഉറപ്പിക്കാൻ, അദ്ദേഹത്തെ കൊണ്ട് തോന്നിക്കാൻ CPIM-ന് കഴിയാത്തത് കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പോഴും പ്രതിഷേധവുമായി നടക്കേണ്ടി വരുന്നത്? അഭിലാഷ്, ഇതിൽ രണ്ട് കാര്യമുണ്ട്. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞ അഡ്മിറ്റഡ് ഫാക്ട്, ഈ അഡ്മിറ്റഡ് ഫാക്ട് എന്ന് പറയുന്ന ഫാക്ട് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആ ഫാക്ട്, അതിൻ്റെ പരിശോധന, അതിൻ്റെ മൂല്യനിർണ്ണയം അത് രണ്ട് തരത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നാണ്, കോൺഗ്രസിലൊന്നാണ്. ബന്ധു നിയമനത്തിൻ്റെയോ ഏതെങ്കിലും അഴിമതിയുടെയോ പേരിൽ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ആ പാർട്ടി തലത്തിൽ നടപടിയെടുക്കും എന്നോ ആ പാർട്ടി തലത്തിൽ വിമർശനത്തിന് ആ നേതാവ് വിധേയനാകുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം നേരിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും കടുത്ത രീതിയിലുള്ള ചർച്ച വരും, ജനങ്ങളുടെ വികാരം ഉണ്ടാവും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ജനങ്ങളുടെ വികാരം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇപ്പോൾ നിയമപരമായിട്ട് തെറ്റല്ലാത്ത ഒരു കാര്യമായാൽ പോലും കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉൾപ്പെട്ട ഒന്നാണെങ്കിൽ അതിൻ്റെ വൈകാരിക അംശം, അതുപോലെ അതിൻ്റെ ധാർമ്മികതയുടെ അംശം, ഇതൊക്കെ ചർച്ച വരും. നിയമപരമായിട്ട് സുധീർ നമ്പ്യാരെ നിയമിച്ചതിന് ഒരു തെറ്റുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാകുമ്പോൾ അങ്ങനെ പാടുണ്ടോ എന്ന് ചർച്ച വരുന്നു. അതാണ് വ്യത്യാസം. ഈ അഡ്മിറ്റഡ് ഫാക്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഡ്മിറ്റഡ് ഫാക്ട് ഒന്നും നിയമത്തിന്റെ മുന്നിൽ മറ്റൊന്നുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റാവുന്നത് നിയമത്തിന് തെറ്റാണെന്ന് തോന്നണമെന്നില്ല.
അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി പറയണം. ശ്രീ സണ്ണി ജോസഫ് മറ്റൊരു കാര്യം വളരെ വിശദമായി പറഞ്ഞു. ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്ന് ഒരു പത്രത്തിൽ വന്ന വാർത്ത യഥാർത്ഥത്തിൽ എന്താണത്? അതിൽ ഏതെങ്കിലും തരത്തിൽ അത് സഖാവ് പിണറായി വിജയൻ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ വാർത്ത വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലുമില്ല, അതുപോലെ മറ്റൊരു അതുപോലത്തെ ഘടകത്തിലുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഈ പത്രവാർത്ത വായിച്ച് ഞാൻ കണ്ടത് ഇന്ന് മലയാള മനോരമയിലാണ് ലീഡ് വാർത്തയായിട്ട് വന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെ ഒരു നിയമനത്തിൻ്റെ കാര്യം ഇ.പി. ജയരാജൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോഴേ തന്നെ അത് ശരിയല്ല എന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് പിന്നീട് ഈ വിവാദം വന്നപ്പോഴാണ് ഇത്തരമൊരു നിയമനം വന്നത് മുഖ്യമന്ത്രി അറിഞ്ഞത് എന്നാണ് വാർത്ത മാത്രമാണ് കാരണം എനിക്കതിന് ബോധ്യമില്ല. പക്ഷെ ആ വാർത്ത വെച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ശരിയല്ല, വാർത്ത വെച്ചിട്ട് ശരിയല്ല. പിന്നെ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ധാരണ ശ്രീ സണ്ണി ജോസഫിനുണ്ടെങ്കിൽ ഞാനത് തർക്കിക്കുന്നില്ല. ശരി, അതാണ് ശ്രീ JR പത്മകുമാർ, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെതായ വാദങ്ങളുണ്ട്. താൻ തെറ്റുകാരനല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാകാം ഇ.പി. ജയരാജന് തന്നെ വീണ്ടും മന്ത്രിയായിട്ട് പരിഗണിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാവുക. അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നാണ് പൊതുവെ നമുക്കൊക്കെ തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ പുതിയ മന്ത്രിപദ ലബ്ധിയോട്, എം മണിയുടെ മന്ത്രിപദ ലബ്ധിയോട് ആ തരത്തിലാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇക്കാര്യത്തിൽ പാർട്ടി ഒന്നുകിൽ, അതായത് പാർട്ടി എന്ന് പറയുന്നത് CPIM വളരെ ശക്തമായ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇ.പി. ജയരാജനോട് അനീതി കാണിക്കുന്നു. ഏതാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഒരു നിർണായക ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പിന്തുണ കൊടുത്ത ഒരു നേതാവാണ് ഇ.പി. ജയരാജൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു വീഴ്ച അല്ലെങ്കിൽ തെറ്റ് വരുമ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തെ സഹായിക്കുമെന്ന് ഇ.പി. ജയരാജൻ പ്രതീക്ഷിക്കുക സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പക്ഷേ പിണറായിയിൽ നിന്നൊരു പ്രതികരണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുന്നതിന് മുമ്പ് തന്നെ നേരത്തെ സണ്ണി ജോസഫ് MLA പറഞ്ഞതുപോലെ കോടിയേരി അതിനെ ബ്ലോക്ക് ചെയ്തു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് ഞങ്ങൾ പരിശോധിക്കും, അദ്ദേഹം തന്നെ അത് പരിഹരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തെറ്റുകാരനാണ് എന്നുള്ള കാര്യം പത്രങ്ങളൊന്നും അല്ല പറഞ്ഞത്. PM മനോജ് പറഞ്ഞതുപോലെ വേറെ രീതിയിലല്ല, ആരെങ്കിലും മീഡിയ അല്ല കൊണ്ടുവന്നത്, പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിലാണ് വന്നത്. അപ്പോൾ ആ രീതിയിലൊരു തെറ്റ് ചെയ്ത സമയത്ത് എന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്നിലും അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് വിജിലൻസ് ഒരു അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ. മന്ത്രിസ്ഥാനം എല്ലാമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് തന്നെ അപമാനിച്ചിറക്കി വിട്ട ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. അതിനെയും കത്തിവെക്കുന്ന രീതിയിലുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് അതിൽ പ്രതിഷേധമുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാം, എന്നെ വളർത്തിയ പാർട്ടിക്ക് വേണ്ടാത്ത എനിക്ക് എന്തിനാണ് MLA സ്ഥാനം, ഞാൻ ഇ.പി. ജയരാജനോടൊപ്പം അദ്ദേഹം എടുത്തിട്ടുണ്ട്. പാർട്ടി അദ്ദേഹത്തെ സഹായിച്ചില്ല, അതൊരു നിലപാട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ഇതുവരെയുള്ള ഈ ബന്ധു നിയമനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു, അക്കമിട്ട് പറഞ്ഞു. ബാക്കി പറയാൻ ശ്രീമതി ടീച്ചറെ ഏൽപ്പിച്ചിട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ പാർട്ടിക്ക് മുൻപിലുള്ള തെറ്റ് നിയമത്തിന് മുൻപിലുള്ള തെറ്റാകണമെന്നില്ല എന്ന് പറയുന്നത് പ്രസക്തമാണ്. കാരണം രാഷ്ട്രീയമായി ഒരു ജാഗ്രത കുറവ്, ഒരു തെറ്റ് സംഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇ.പി. ജയരാജന് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ, അതായത് പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം പ്രതിയായിക്കൊണ്ടൊരു കേസ് വരുമെന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എങ്ങനെ വിജിലൻസ് നിർണ്ണയിക്കും? ഈ സ്ഥാപനത്തിൻ്റെ, ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ KSIയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അനുസരിച്ച് 15(1) അനുസരിച്ച് MD നിയമനം സർക്കാരിൽ നിക്ഷിപ്തമാണ്. റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് മന്ത്രിയാണ് നിയമനാധികാരി. അതിനൊരു അപ്പോയിൻമെൻറ്റ് മാനുവൽ ഇല്ല, ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യത സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിലാണെങ്കിൽ നിയമനം തന്നെ നടന്നിട്ടില്ല, നിയമിക്കാൻ ആലോചിച്ചതേ ഉള്ളൂ. നിയമനം സാങ്കേതിക അർത്ഥത്തിൽ നടന്നിട്ടുമില്ല. ഏതെങ്കിലും
തലത്തിലുള്ള പണപരമായ ആനുകൂല്യം ഈ നിയമിതനാകാൻ പോയ ആൾ നേടിയിട്ടുമില്ല. ഇങ്ങനെ ഇരിക്കെ എങ്ങനെ ഒരു കേസെടുക്കും നിയമത്തിന് മുൻപിൽ എന്നുള്ളത് പ്രശ്നമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വിജിലൻസ് ഇദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് എല്ലാ സാധ്യതയും. അങ്ങനെ ഇരിക്കെയാണ് പാർട്ടി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായ തെറ്റുണ്ട്, നിയമപരമായ തെറ്റില്ല. പക്ഷേ ആ രാഷ്ട്രീയമായ തെറ്റിന്മേലുള്ള ശിക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണല്ലോ. അത് സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരു നല്ല മികച്ച നിലപാട് എന്ന് അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ലേ? ഒന്നല്ല, മികച്ച നിലപാടൊന്നുമല്ല. CPM ഇതിൻ്റെ അകത്ത് ഒരു ഗത്യന്തരവുമില്ലാത്ത അവസ്ഥയിലാണ്, വളരെ വെട്ടിൽ തന്നെയാണ്. എന്താണ് ഇവിടെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ സമയത്ത്, ഇത് പിന്നീട് അധികം ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്, ചർച്ച ചെയ്യാൻ അധികം ആഗ്രഹിക്കുന്നുമില്ല, അടിയന്തര പ്രമേയ സമയത്ത് അവതരണ തേടിക്കൊണ്ട് VD സതീശൻ ഒരു ലെറ്റർ എടുത്ത് കാണിച്ചു. എന്തായിരുന്നു ഇതിൽ? EP ജയരാജൻ നൽകിയ നിയമന ഉത്തരവ് ആ ഫയലിൻ്റെ മുകളിൽ വ്യവസായ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആൻ്റണി വളരെ വ്യക്തമായിട്ട് ഫയൽ ടു ബി പ്ലേസ്ഡ് ബിഫോർ CM, മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ സമർപ്പിക്കണം എന്ന് എഴുതിയിട്ട് മുഖ്യമന്ത്രി കാണാതെയാണ് ഈ നിയമന ഉത്തരവ് നൽകിയത്. ഒരു കാര്യം. പിന്നെ നിയമനത്തിന് യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട്. ആ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ യോഗ്യതയില്ലാത്ത വ്യക്തിക്കാണ് നിയമനം നൽകിയത് എന്നും അന്ന് പരസ്യമായിട്ട് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ആ കാര്യങ്ങൾക്ക് നിയമപരമായി തന്നെ ബാധ്യതയുണ്ട്. അത് അന്വേഷിക്കാൻ എന്തുകൊണ്ട് ഇപ്പം മടിച്ചു നിൽക്കുന്നു? മറ്റ് വിഷയങ്ങൾ, വാർത്തകളിൽ മറ്റ് പ്രാധാന്യമുള്ള നോട്ട് ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ തൃശ്ശൂരെ കേസ് വന്നു, എറണാകുളത്തെ കേസ് വന്നു, മാധ്യമങ്ങളുടെ സജീവമായിട്ടുള്ള ഇതിനെ സംബന്ധിച്ചുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നിയമവശം ഇവർ പറഞ്ഞതുപോലെ, മനോജ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ നിയമപരമായിട്ട് കുരുക്കുകൾ മുറുകി തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നില്ല? വളരെയേറെ നിയമപരമായ പ്രശ്നങ്ങൾ ജയരാജന്റെ നിയമസഭാ പ്രസംഗം നിയമപ്രകാരം അഴിമതി നിരോധന നിയമം 13(1)D അനുസരിച്ച് ഇവിടെ വിജിലൻസിന് ഒരു കേസ് എടുക്കാൻ ആവുക. ഒന്ന്, ഇങ്ങനെ ഒരു നിയമനം തന്നെ നടന്നിട്ടില്ല. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, അങ്ങനെ ഒരു നിയമനം നടത്താൻ മന്ത്രിക്ക് അധികാരമുണ്ട് താനും, അതാണ് അദ്ദേഹം വിനിയോഗിച്ചിരിക്കുന്നത്. 3, ഈ റിയാബിന്റെ മാനദണ്ഡമാണ് പ്രശ്നമെങ്കിൽ അത് ലീഗലി ബൈൻഡിംഗ് ആണെന്ന് പറയാനും സാധിക്കില്ല. അങ്ങനെ ക്ലീൻ ചിറ്റ് ലഭിക്കപ്പെട്ട ഒരു EP ജയരാജനെ ആയിരിക്കും നമ്മൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ കാണുക. എന്നിട്ടും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലില്ല, ഒരിക്കലും ലീഗലായിട്ട് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല. കാരണം റിയാബിനെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ ഗവൺമെൻറ്റാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ റിയാബ് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചാൽ ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപേക്ഷ ക്ഷണിച്ചത്. മാനദണ്ഡങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള യോഗ്യതകളില്ലാത്ത വ്യക്തി അപേക്ഷകനാവുകയും ആ വ്യക്തി മന്ത്രിയുടെ അടുത്ത ബന്ധുവാവുകയും ആ യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്ന് ഇവിടെ ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം മറികടന്ന് മുഖ്യമന്ത്രി ഫയൽ കാണാതെ മന്ത്രി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് എന്തൊരു നടപടിയാണ് എന്ന് മന്ത്രി തന്നെ ഡയറക്റ്റായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ടു ഇഷ്യൂ ഓർഡേഴ്സ് എന്ന് മന്ത്രി തന്നെ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ശുപാർശ പറയുന്നതൊക്കെ വേറെ ഒന്നുകിൽ ഓറലായിരിക്കണം, അല്ലെങ്കിൽ ടെലിഫോണിലായിരിക്കണം. ഇത്രയും വലിയ അതിനെന്താ പറയുക, ബുദ്ധിമോശം എന്ന് തന്നെയാണ്. അതിന് ലീഗലായിട്ടും അതിൻ്റെ എല്ലാ ബാധ്യതകളും ഈ ഉത്തരവ് പുറപ്പെടുവിച്ച വ്യക്തിക്കുണ്ട്. പൊളിറ്റിക്കലായിട്ട് മോറലായിട്ടുള്ള ബാധ്യതയുണ്ട്. ലീഗൽ ബാധ്യതയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നില്ല. ശരി, അതാണ് ശ്രീ A സജീവൻ. നമ്മൾ ഇനി EP ജയരാജനെ മാത്രം എടുക്കുക. അദ്ദേഹം ഉത്തര മലബാർ രാഷ്ട്രീയത്തിലെ, കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഒരു അതികായനായി CPM രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്നത്. ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് മുഴുവൻ, അദ്ദേഹം നിയമസഭയിൽ സംസാരിച്ചു, അതിനുശേഷം എനിക്ക് തന്നെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി. അതിലൊക്കെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അജണ്ട. ഞാനത് ചെയ്തപ്പോൾ തൽപര കക്ഷികൾക്ക് വല്ലാതെ നൊന്തു, അവർ എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചു, അവർ എന്നെ വേട്ടയാടി. ഇതാണ് EP ജയരാജൻ്റെ തിയറി. പക്ഷേ പാർട്ടി ഒരു നിലയ്ക്കും ആ തിയറിയെ അംഗീകരിക്കുന്നില്ല എന്ന് വരുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? പാർട്ടിക്ക് EP ജയരാജൻ്റെ തെറ്റുകൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് കാണണോ? രണ്ട് കാര്യമുണ്ട് ഇതിലൊന്ന്. EP ജയരാജൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. അദ്ദേഹം ഒരു ഈ പറയുന്ന മാഫിയകൾക്കെതിരെയും അങ്ങനെയുള്ള ശക്തമായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ശരിയാണ്.
അദ്ദേഹം ശക്തനായ മന്ത്രിയാണ്, വ്യവസായ വകുപ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പല നടപടികളും എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അംഗീകരിക്കാം. അതിനൊന്നും തെറ്റില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ട് മറ്റ് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അട്ടിമറിക്കാൻ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ EP ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് മറ്റാരെങ്കിലും പ്രത്യേകമായിട്ടുള്ള വലിയ അപരാധങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വേറെ ആരോപണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 3 ബന്ധുക്കളെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 തസ്തികകളിൽ നിയമിച്ചു. അതിന് നേരത്തെ മനോജും മറ്റും പറഞ്ഞ പോലെ നിയമപരമായിട്ട് ഇതിന് വേണമെങ്കിൽ ന്യായീകരിക്കാം. തീർച്ചയായിട്ടും റിയാബിൻ്റെ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശം മാത്രമാണ്. KSIയുടെയോ ക്ലേസൻ സെറാമിക്സിൻ്റെയോ മാനുവലിൽ ബൈലോയിൽ ഇങ്ങനെ റിയാബിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ MDയെയും ജനറൽ മാനേജരെയും നിയമിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വിജിലൻസിന് കേസ് കണ്ടെത്താനും പറ്റില്ല, നടപടിയെടുക്കാനും പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ 3 പേരും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണോ എന്നുള്ളതാണ്. തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഏറ്റവും ഉന്നതമായ തസ്തികകളിൽ നിയമിച്ചു എന്നുള്ള പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെ. അതിൻ്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നാൽ അത് തീർച്ചയായിട്ടും അതിനെ പാർട്ടി അംഗീകരിക്കുക എന്ന് പറയുന്നത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് വന്ന പാർട്ടി ഇതേപോലെ സ്വജനപക്ഷപാതം അംഗീകരിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പുച്ഛിക്കും. നാട്ടുകാർ ഇത് തള്ളിപ്പറയും. ഏറ്റവും മോശമായ സർക്കാരാണ് പിണറായിയുടെ സർക്കാർ എന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാ ആളുകളും പറയേണ്ടി വരും. ഇപ്പം മറ്റ് രീതിയിൽ രാഷ്ട്രീയം കാണാതെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ജയരാജൻ മറ്റേത് രീതിയിലും നല്ല മന്ത്രിയാണെങ്കിലും അദ്ദേഹം ഈ തെറ്റ് ചെയ്തത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ 3 പേരും സുധീർ നമ്പ്യാർ ബന്ധുക്കളല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. എനിക്ക് മനസ്സിലാകാത്തത് EP ജയരാജൻ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് നേടിയാലും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ എന്താണ് എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് അഭിലാഷ് എങ്ങനെയാ പറയാ? അല്ല, ക്ലീൻ ചിറ്റ് ഒരുപക്ഷേ ഒരു 2 ആഴ്ചക്കുള്ളിൽ കിട്ടിയേനെ. അതിന് മുൻപ് ഒരു മന്ത്രി വന്നു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അല്ല, ഒരു വകുപ്പ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് വ്യവസായ വകുപ്പ്. കേരളത്തിലെ വികസനത്തിൽ ഏറ്റവും സംഭാവന ചെയ്യേണ്ട വകുപ്പാണ്. ആ വകുപ്പിൻ്റെ പ്രവർത്തനം വളരെ ഫലപ്രദമാക്കി തുടർന്നു പോകാൻ സ്വാഭാവികമായും അതിന് പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സ് വരുത്തുക എന്ന ഉത്തരവാദിത്വം, ബാധ്യത അത് ഭരണത്തെ നയിക്കുന്ന മുന്നണിക്കും പാർട്ടിക്കും ഉണ്ട്. പിന്നെ സഖാവ് EP ജയരാജ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കണ്ടാൽ തോന്നും ഈ വ്യവസായ മന്ത്രി എന്നൊരു സ്ഥാനത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് സഖാവ് EP ജയരാജൻ. അദ്ദേഹം ഈ ക്ലീൻ ചിറ്റ് വാങ്ങുന്നുള്ള ഉറപ്പ്, കാരണം അദ്ദേഹം നിയമത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾ, അതിൻ്റെ ഉന്നതമായ തലം അത് ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ, അവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തി അത് ശരിയല്ല എന്നൊരു തോന്നലുളവായിരുന്നു. സ്വാഭാവികമായും പാർട്ടിയും ആ തോന്നലിനൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു വിവാദം വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. നിയമത്തിൻ്റെ കാര്യം വേറെ, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെയല്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അങ്ങനെ നിയമത്തിൻ്റെ ക്ലീൻ ചിറ്റ് വാങ്ങി സഖാവ് EP ജയരാജൻ വന്നാൽ അപ്പം തന്നെ എടുത്തു കൊടുക്കേണ്ട ഒരു സ്ഥാനമാണ് വ്യവസായ മന്ത്രി സ്ഥാനം എന്ന് അദ്ദേഹം കരുതുന്നു എന്ന് നമ്മൾ കരുതിയാലാണ് വിഷയം. അദ്ദേഹവും കരുതുന്നില്ല, പാർട്ടിയും കരുതുന്നില്ല. മറിച്ച് ഇത് തുടർന്ന് EP ജയരാജൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളൊന്നുമല്ല. അദ്ദേഹം നിരവധി സമരങ്ങൾ നയിച്ചിട്ടും തല്ലുകൊണ്ടിട്ടും ജയിലിൽ കിടന്നിട്ടും ഒടുവിൽ വെടികൊണ്ടിട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഒക്കെ വളർന്നു വന്നൊരു നേതാവാണ്. ആ നേതാവിന് ഇതാ എൻ്റെ വ്യവസായ മന്ത്രി സ്ഥാനം പോയി, ഇനി ഞാൻ ഇതിനൊന്നും ഇല്ല എന്ന് പറയുന്ന അതല്ല, അത്ര ലളിതമല്ല വിഷയം. അദ്ദേഹത്തിനെതിരായ, പാർട്ടിക്കെതിരായ പൊതുവായിട്ട് നടന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് അദ്ദേഹം ഈ വ്യവസായ വകുപ്പിനെ ശുദ്ധീകരിക്കാൻ നിരവധി നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികളിലേക്ക് നമ്മൾ പോകണം. ആ നടപടികൾ വരുമ്പോൾ സ്വാഭാവികമായും ആ നടപടികൾ വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അത് അതിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ടാവും. പക്ഷേ അതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഈ വിഷയം വരുന്നത്. ഈ വിഷയം അദ്ദേഹം EP ജയരാജന്റെ കൂടെ നിൽക്കണ്ടേ എന്നുള്ളതാണ് എന്റെ സംശയം. എന്ന് മാത്രമല്ല, ഇന്ന് പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വാർത്ത വിട്ടേക്കൂ. അതല്ലാതെ തന്നെ റൂൾസ് ഓഫ് ബിസിനസ് പാരഗ്രാഫ് 34 13B അനുസരിച്ച് MD നിയമനം സംബന്ധിച്ച ഫയലുകൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി കാണേണ്ടതാണ്. അതിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ
പോൾ ആന്റണി ഈ നിയമന ഫയൽ നമ്പർ 234M16 ഈ ഫയൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്ന് കുറിപ്പെഴുതിയിട്ടുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രി കണ്ടില്ലേ? അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണാത്തത്? അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം മുതൽ ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിലും ഇ പി ജയരാജനെ ന്യായീകരിച്ചില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള 2 പൊതുപ്രസ്താവനകളും ഇക്കാര്യത്തിൽ ന്യായീകരിക്കുന്നതായിരുന്നില്ല. പാർട്ടിക്കകത്തും അദ്ദേഹം ന്യായീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു? ഇതൊക്കെ നമുക്കറിയില്ലല്ലോ, അതായത് നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അഭിലാഷ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ അനവധാനതയോ തെറ്റായ തീരുമാനമോ എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന രീതിയിൽ ശരിയായ രീതിയിലാണ് എടുത്തിരുന്നതെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നയിച്ച ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ന്യായാന്യായതകൾ എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക? ആ കേസിന്റെ അന്വേഷണം നടന്നിട്ട് ആ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജിലൻസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പാർട്ടിയല്ലേ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ റിപ്പോർട്ട് വരും, ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോഴും 20 മന്ത്രിമാരുണ്ട്, അതിൽ 10-12 പേര് CPM-കാരുണ്ട്. ഈ CPM-ൽ 20 മന്ത്രിമാരും അനന്തകാലം പോകണമെന്നുണ്ടോ? അപ്പൊ പാർട്ടി തീരുമാനിക്കുക ഇ പി ജയരാജന് ആണ് വരേണ്ടത്, വേറൊരാൾ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചു കൂടെ? വാദത്തിന് വേണ്ടി നമുക്കത് പറഞ്ഞുകൂടെ? അതുകൊണ്ട് ഇ പി ജയരാജന് സംസ്ഥാന മന്ത്രിസഭയിൽ വരാനുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വഴി അടഞ്ഞു എന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോകേണ്ടതില്ല. മറിച്ച് പാർട്ടിയാണ് ഇപ്പോ പാർലമെന്ററി വ്യവസ്ഥയാണ്, ഭരണം CPIM-ന്റെ കയ്യിലാണ്, CPIM-ന്റെ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും വ്യവസായ വകുപ്പ് പ്രധാനമാണ്. ആ വ്യവസായ വകുപ്പിൽ ഒരു ഭരണസമരം ഉണ്ടാകാൻ പാടില്ല. അത് തുടരുന്നു, അത്രയേ ഉള്ളൂ. സാങ്കേതികമാണ് പ്രശ്നം. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ വ്യാഖ്യാനിക്കുക. ശ്രീ JR പത്മകുമാർ, നിയമം വിജിലൻസ് അതിൻ്റെ തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇ പി ജയരാജനെതിരെ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. വിജിലൻസ് FIR വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സാധ്യതകൾ ഈ കേസിലുണ്ട്. അതുകൊണ്ട് ഇ പി ജയരാജൻ മടങ്ങി വരണം, അതാണ് നീതി എന്നെങ്ങനെ പറയാൻ സാധിക്കും? കാരണം ഇവിടെ ശരികേടുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നിയമത്തിന് മുൻപിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ശരികേടായാലും അല്ലെങ്കിലും ശരികേടുണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ ശരികേടാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനി മന്ത്രിയാക്കി അദ്ദേഹത്തോട് എന്ത് നീതി ചെയ്യാനാണ്? അല്ല, മന്ത്രിയാക്കുക എന്നുള്ളതല്ല. ഇ പി ജയരാജന് നല്ല ബോധ്യമുണ്ട് പാർട്ടി അദ്ദേഹത്തോട് നീതികേട് കാണിച്ചു എന്ന്. ഇപ്പൊ ഇ പി ജയരാജന്റെ ഒരു ബന്ധുവിനെ മാത്രം അപ്പോയിന്റ്മെന്റ് ചെയ്തതല്ലല്ലോ പ്രശ്നം. ഒരു പറ്റം നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും സ്ഥാനമാനങ്ങൾ നൽകിയില്ലേ? ഇത് അവരെ ഇപ്പോ നിയമപരമായി തെറ്റൊന്നുമില്ല. പക്ഷേ പാർട്ടി അണികളെ, അവരെ പാർട്ടി കേഡറുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. ആ കാലഘട്ടത്തിൽ PK ശ്രീമതി ടീച്ചറുടെയും അതുപോലെ തന്നെ ഇ പി ജയരാജന്റെയൊക്കെ ഫേസ്ബുക്കുകൾ നിങ്ങളൊന്ന് അഭിലാഷത്ത് പരിശോധിച്ച് നോക്കുക. ആ സമയത്ത് ഓരോ പ്രവർത്തകരും ഇട്ടിട്ടുള്ള കമന്റുകൾ, ഇതൊന്നും ഞങ്ങൾ സഹിക്കില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയരാജനെയും ശ്രീമതി ടീച്ചറെയൊക്കെ വളരെ ദേഷ്യത്തിലുള്ള പോസ്റ്റുകളുണ്ട്. ഇത് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് രീതിയിലുള്ള ഈ പാർട്ടി പ്രവർത്തകരെ കൊല്ലയ്ക്കും ഈ പാർട്ടി പ്രവർത്തനത്തിനും അടികൊള്ളാനും കേസിൽപ്പെടാനും ഒക്കെ നടക്കുമ്പോൾ വേണ്ടപ്പെട്ടവർ മാത്രം ഈ സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ അത് ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇന്ന് ആശയപരമായി സംഘടനാപരമായി പ്രതിസന്ധി നേരിടുകയാണ്. അത് ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. കണ്ണൂരിലെ ജയരാജൻ ഇടഞ്ഞു നിന്ന്, നിങ്ങൾക്കറിയാം 1998 പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി തിരുവനന്തപുരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ കണ്ണൂരിനെ പാർട്ടിയെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ജയരാജനാണ്. അപ്പൊ ഒരുപക്ഷെ പിണറായിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ജയരാജൻ എന്ന് ഉത്തരം പറഞ്ഞ ആളുകൾ കണ്ണൂരിലുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയതിനു ശേഷം PB മെമ്പർ എന്നുള്ള നിലയിൽ കൊടിയേരി സെക്രട്ടറി ആയിട്ട് വന്ന സാഹചര്യത്തിൽ ഇനി അവിടെ നിന്ന് ഒരാള് ഈ രീതിയിൽ പാർട്ടിയുടെ അടിത്തറ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള എല്ലാവർക്കും അറിയാമല്ലോ, നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. എന്തായാലും ഇ പി ജയരാജൻ പ്രതീക്ഷിച്ച് പിണറായിയുടെ കയ്യിൽ നിന്നൊരു സഹായം അത് കിട്ടിയില്ല. ആ പ്രതിഷേധമാണ് നിങ്ങൾ എല്ലാവരും എന്നെ തൂക്കിക്കൊന്നോ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി വിശദീകരിക്കണം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭികാമ്യമാണോ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതവും അതേപോലെ പാർട്ടി നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും മാത്രം ഇങ്ങനെ സ്ഥാനമാനങ്ങൾ വഹിച്ചാൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ്. ശരി ആവട്ടെ. അതിനു മുൻപ് ശ്രീ സണ്ണി ജോസഫ്, താങ്കൾ കണ്ണൂർ രാഷ്ട്രീയ
രാഷ്ട്രീയം നന്നായി മനസ്സിലാക്കുന്ന, കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ. ഇ പി ജയരാജനെ എന്തുകൊണ്ട് പിണറായി വിജയൻ സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഇ പി ജയരാജനെ എന്തുകൊണ്ട് പാർട്ടി സംവിധാനം സംരക്ഷിച്ചില്ല എന്ന ചോദ്യം കൗതുകകരമല്ലേ? ആ ഘട്ടത്തിൽ ഇ പി ജയരാജനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ന്യായീകരിക്കാൻ ഇ പി ജയരാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ന്യായീകരിച്ചില്ല എന്നുള്ളതിനെ താങ്കൾ എങ്ങനെയാണ് കാണുക? ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒരാരോപണവും വേണ്ട, ഇനി ആരെങ്കിലും ആരോപണം ഉണ്ടാക്കിയാൽ ആ ആരോപണത്തിന് ഇടം നൽകിയത് ആരാണോ അയാൾ തന്നെ സ്വയം സംരക്ഷിച്ചു കൊള്ളട്ടെ, അതല്ലാതെ മറ്റ് സഹായഹസ്തങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ വസ്തുതയെങ്കിൽ അത് അങ്ങേയറ്റം സ്വാഗതാർഹമല്ലേ പൊതുജീവിതത്തിൽ, പൊതുപ്രവർത്തനത്തിൽ? ഇല്ലില്ല, CPM-ന് സഹായിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ കേസ് എവിഡൻ്റാണ്, പ്രകടമാണ്. CPM നേതൃത്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോ വരുംവരായികളെക്കുറിച്ച് ആലോചിക്കാൻ ബുദ്ധിശക്തിയില്ലാത്തവരോ അല്ല. അവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ CPM അണികളിലാണ് ഏറെ പ്രതിഷേധമുയർന്നത്. ഈ വിഷയത്തിൽ CPM അണികളിലുണ്ടായ പ്രതിഷേധം നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കാൻ നിർബന്ധിതമാക്കി. നേതൃത്വത്തെ അവർ മനസ്സിലാക്കി അണികളുടെ പ്രതിഷേധം ഇത് വളരെ ബോധപൂർവം നടത്തിയ നിയമനങ്ങൾ തന്നെയാണെന്നുള്ളത് വളരെ എവിഡൻ്റാണ്. സഹായിക്കാത്തതൊന്നുമല്ല, മനഃപൂർവ്വം സഹായിക്കാത്തതൊന്നുമല്ല, സഹായിക്കാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സഹായിക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നത്. അതാണ് മനോജ് പറഞ്ഞ ലീഗലായിട്ട് കേസില്ല എന്ന മനോജിൻ്റെ ഒരു ആർഗ്യുമെൻ്റ്, ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഇതിനെ പൊളിറ്റിക്കൽ സ്വാധീനം കൊണ്ട് ഈ കേസ് തേച്ചു മാച്ച് കളഞ്ഞ് ജയരാജനെ സഹായിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ജയരാജനെ സഹായിക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വം. പക്ഷേ വേറൊരു കാര്യം, ഷോക്കടിച്ചവനെ നേരിട്ട് പിടിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ ചാടി കിടക്കുന്ന ഒരാളെ, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ നേരെ വെള്ളത്തിലേക്ക് ചാടി പിടിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചിലപ്പം എന്തെങ്കിലും ഒരു കമ്പ് എറിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഷോക്കടിക്കുന്നയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉണക്കമരം പിടിക്കുന്നതിന് ഒരു പച്ച കമ്പ് കൊണ്ടടിക്കണം എന്ന് പറയുന്നത് പോലെ ജയരാജനെ സേവ് ചെയ്യാനുള്ള വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ്. പക്ഷേ ജയരാജനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പൊസിഷൻ കൊണ്ടല്ല. അദ്ദേഹം കുടുങ്ങിയിട്ടുള്ള വലിയ നിയമക്കുരുക്കിൽ നിന്ന് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും അതിലുള്ള കുശാഗ്ര ബുദ്ധി, കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹത്തെ പടിപടിയായിട്ട് രക്ഷപ്പെടുത്താൻ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും ശ്രമിക്കുന്നത്. പക്ഷേ രക്ഷപ്പെടുത്തുന്നതിനുള്ള പരിമിതികളിൽ അവർ പെട്ടുഴലുകയാണ്. ശരി, അക്കാര്യത്തിൽ ജയരാജന് പക്ഷേ അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നറിയില്ല. ശ്രീ എ സജീവൻ, വന്ന വാർത്തകൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും കോടിയേരി ബാലകൃഷ്ണനെതിരെ ആഞ്ഞടിച്ചു. മറ്റ് നിയമനങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്, അതൊരു വിഷയമാകാത്തത് എന്തുകൊണ്ട് എന്ന് ആശ്ചര്യപ്പെട്ടു എന്നാണ്. അതിനുശേഷം സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സമിതിയിൽ പി കെ ശ്രീമതി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സമിതിയിൽ അങ്ങനെ സംസാരിക്കാറില്ല എന്ന കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി കോടിയേരി ബാലകൃഷ്ണൻ വിലക്കുന്നു. ഈ നിലയ്ക്കൊക്കെയാണ് CPIM-ൽ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ വളരെ ശക്തമായ ഉരുക്ക് സംഘടനാ ചട്ടക്കൂടുള്ള കണ്ണൂർ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ അങ്ങനെ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ സംഘടനാപരമായി കൂടി CPIM-ൽ അത് ഇനി പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കില്ലേ? തീർച്ചയായിട്ടും ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാവുന്നത്. ജയരാജനെ പോലൊരാൾ പരസ്യമായി പോലും ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ നടന്ന ചർച്ചകൾ ഇപ്പോൾ ഒരു പക്ഷേ മനോജ് സമ്മതിക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ നടന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും നമുക്കറിയാവുന്നതല്ല, CPM-നകത്ത് പണ്ടത്തെ പോലെ ഉരുക്കുകോട്ടയൊന്നുമല്ല, അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ പുറത്തു വരും. അതൊക്കെ നടന്നതാണെന്നാണ് ഇപ്പോൾ അഭിലാഷും ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ടും അത് നടന്നു തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് പുറത്ത് അദ്ദേഹത്തിൻ്റെ സംസാരവും പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ എന്തെല്ലാം തരത്തിൽ ന്യായീകരിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഇന്ന് പുതിയ മന്ത്രിസ്ഥാനം ഏൽക്കുമ്പോൾ വരേണ്ടതായിരുന്നു. ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. അതിന് അദ്ദേഹത്തിന് വലിയ അസുഖം ബാധിച്ച ആശുപത്രിയിലൊന്നുമല്ലല്ലോ. വരാതിരിക്കാൻ പല അസൗകര്യങ്ങളുണ്ട് എന്നൊരു ന്യായീകരണമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റാര് വന്നില്ലെങ്കിലും ജയരാജൻ വന്നോ ഇല്ലയോ എന്നുള്ളതാണ് ആളുകൾ നോക്കുക. മറ്റ് CPM-ൻ്റെ MLA-മാർ എത്ര പേര് വന്നു എന്നുള്ള കണക്കാരും എടുക്കില്ല. ഇ പി ജയരാജൻ എത്തിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു പ്രതികരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനോവിഷമമോ അല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമോ എന്ത് വേണമെന്ന് പറയാം, അതാണ് ഉണ്ടായിട്ടുള്ളത്, സംശയമില്ല. ഇത് ഇങ്ങനെ ഈ രീതിയിൽ നേരത്തെ അച്യുതാനന്ദൻ പലപ്പോഴും ചെയ്യാറുണ്ട്. പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പലതും പറയും. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല.
ഒരു കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല അത്. ഇപ്പോൾ ഇ.പി. ജയരാജൻ ചെയ്തിട്ടുള്ളതും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാവേണ്ട നടപടികളല്ല. അദ്ദേഹത്തിന് പാർട്ടി ഫോറത്തിൽ പറയാവുന്നതാണ്, അത് അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇ.പി. ജയരാജനെ പോലെ ഒരാൾ പാർട്ടി വിരുദ്ധമായിട്ട് നീങ്ങുകയും പാർട്ടിയുടെ നിലപാടുകൾക്കും തത്വങ്ങൾക്കും നടപടികൾക്കും എതിരുമായിട്ട് പരസ്യമായുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വി.എസ്. അച്യുതാനന്ദന് പഠിക്കുന്ന രീതിയാണ്. വി.എസ്. അച്യുതാനന്ദന് പഠിക്കാൻ ഓരോ CPM നേതാവും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് അപജയമാണ് ഉണ്ടാവുക. പാർട്ടി എന്ന് പറയുന്നത് വ്യക്തിയേക്കാൾ നേതാവിനേക്കാളൊക്കെ വലുതാണെന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തെ വയലേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ആ പാർട്ടിക്ക് ദോഷകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീ JR പത്മകുമാർ, അങ്ങനെ ഇ.പി. ജയരാജൻ വി.എസ്. അച്യുതാനന്ദന് പഠിക്കുകയും അതുവഴി CPIM-ൽ പുതിയൊരു ധ്രുവീകരണം ഉണ്ടാവുകയും അത് ഒരു ഗ്രൂപ്പ് വൈരമായി പരിണമിക്കുകയും ചെയ്യുമെന്നൊക്കെ താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഇതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. അത് അദ്ദേഹം സെക്രട്ടേറിയറ്റിലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിൽ ചെന്നിട്ട് ഞാനാണ് പാർട്ടി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിലിപ്പോൾ സജീവൻ പറഞ്ഞതുപോലെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സായുധ വിപ്ലവമൊക്കെ കളഞ്ഞിട്ട് ജനാധിപത്യം സ്വീകരിച്ച് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ പേര് എനിക്ക് ഓർമ്മയില്ല, ശരിയാണോ എന്ന് എനിക്കറിയില്ല, കൈനിക്കര പത്മനാഭപിള്ള അന്നത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്. ഈ ജനാധിപത്യമാകുന്ന പാത്രത്തിലേക്ക് കമ്മ്യൂണിസമാകുന്ന പാനീയം ഒഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ പാനീയം ദുഷിക്കും അല്ലെങ്കിൽ പാത്രം ദ്രവിക്കും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇപ്പോൾ പാനീയം ആണ് ദുഷിച്ചത്, പാത്രം ദ്രവിച്ചിട്ടില്ല. ജനാധിപത്യം നിൽക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുഷിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് ഈ സംഭവമായി. ഈ ഒരു അധികാരത്തിൽ വന്ന് 6 മാസമാകുന്നതിന് മുമ്പ് സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നതും അതിന്റെ പേരിൽ പാർട്ടി വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുകയും പ്രതിഷേധം കാണിക്കുകയും ചെയ്യുന്നത് ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അപജയമാണ്. അത് ഇനി മൂടി വയ്ക്കാൻ കഴിയില്ല. ഇത് എക്കാലത്തും നമ്മളെ ഈ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. എക്കാലത്തും അദ്ദേഹം ഈ വിവാദങ്ങളുടെ സഹയാത്രികൻ. ഒരു കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം വീട് വെച്ചതിനെ കുറിച്ച് ഒരു ആളെ ഇങ്ങനെ പരാതി പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അന്തസ്സുള്ള നേതാക്കന്മാർക്ക് അന്തസ്സുള്ള വീട് വയ്ക്കാമെന്നാണ്. അന്ന് പിന്നെ വി.എസ്. അച്യുതാനന്ദൻ അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് തുടർന്ന് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ശൈലികളും ഇതെല്ലാം പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ചതല്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ വെടിയേറ്റു അടികൊണ്ടു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതല്ല അദ്ദേഹത്തിനുള്ളത്. കർഷക സംഘത്തിന്റെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പോയത് BMW കാറിലാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ സാധ്യമാണോ? ഒരു സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിനുമില്ല, MLA സ്ഥാനവും ഒഴിയാം എന്ന് പറഞ്ഞു കൊണ്ട് വീട്ടിൽ പോയിരിക്കുക എന്നുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുവദനീയമാണോ? ഇത് ഉള്ളതാണോ അല്ലയോ എന്ന് താങ്കൾ തർക്കിക്കുമായിരിക്കും. പക്ഷേ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെ നിയമിച്ചത് എന്ന് PK ശ്രീമതി MP ഒരു പോസ്റ്റ് ഇടുകയും പാർട്ടി അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് തിരുത്തുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മയിലുള്ളത് കൊണ്ട് ഇതും അങ്ങനെയാകാമെന്ന് സ്വാഭാവികമായും തോന്നും. അതല്ല അഭിലാഷ വിഷയം. ഇപ്പോൾ CPIM-നെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീ JR പത്മകുമാർ. അദ്ദേഹം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവർ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം, അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം അത് മഹത്തരമാണ്. ആ മഹത്തരമായ മൂല്യത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുന്നതിൽ അദ്ദേഹത്തിനുൾപ്പെടെ വിഷമം ഉണ്ടാകുന്നു. നല്ല കാര്യമല്ലേ? അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP ആണെങ്കിലോ കോൺഗ്രസ് ആണെങ്കിലോ ഈ 6 മാസം കൊണ്ട് ഇങ്ങനെ ഒരു അനുവാദം, റിയാബ് ഒരു ശുപാർശ കൊടുത്തു. ഏത് മാനദണ്ഡം? യഥാർത്ഥ നിയമപരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് പോലും അങ്ങനെ നിയമപരമായിട്ട് യാതൊരു തടസ്സവും ഇല്ലാഞ്ഞിട്ട് പോലും ഈ നടന്ന നിയമനം, ആ നിയമനം വലിയ പ്രശ്നമാവുകയും അത് പാർട്ടി അണികൾ മാത്രമല്ല, അണികളെന്ന് ചുരുക്കിക്കാണണ്ട, പാർട്ടി കേന്ദ്ര നേതൃത്വം മുതൽ അണികൾ വരെ അത് വളരെ ഗൗരവമായി പരിശോധിക്കുകയും ഒരു മന്ത്രിയുടെ, നമ്മളീ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞൊരു പെശകുണ്ട്. കാരണം പിണറായി വിജയൻ 1987 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറി ആവുന്ന സഖാവ് T. ഗോവിന്ദനായിരുന്നു ഇടക്കാലത്ത്.
അത് കഴിഞ്ഞിട്ടാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണന് ശേഷമാണ് സഖാവ് ഇ പി ജയരാജൻ ആവുന്നത്. അതുകൊണ്ട് ആ ക്രോണോളജി എല്ലാം പറയുമ്പോൾ നമ്മൾ ഈ ക്രോണോളജിയിൽ വെച്ച് ചില വാദങ്ങൾ വരുന്നതുകൊണ്ടാണ് ആ ക്രോണോളജി ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരാണ് മൂല്യങ്ങളുടെ സൂക്ഷിപ്പുകാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ മൂല്യങ്ങളാണ് ഉന്നതം. ആ മൂല്യങ്ങളിൽ ഏതെങ്കിലും വ്യതിചലനം ഉണ്ടാകുമ്പോൾ വലിയ സ്ക്രൂട്ടിനി ഉണ്ടാകുന്നു. അത് അങ്ങനെയുള്ള ഒരു സ്ക്രൂട്ടിനി വേറെ എവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദം വന്നാൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ട് പോകണ്ടല്ലോ. സഖാവ് ഇ പി ജയരാജന്റെ വ്യക്തിപരമായ ജീവിതവും കഴിഞ്ഞ 40 വർഷമായിട്ട് അടുത്തറിയാവുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ജനവിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഉറപ്പായിട്ടും ശരിയാണ്, മനുഷ്യനാണ്, ചിലപ്പോൾ വികാരങ്ങളുണ്ടാവും. കാരണം ഈ മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റായ വാർത്തകൾ 1500 കോടി രൂപയുടെ തേക്ക് കണ്ണവൻ കാട്ടുന്ന മുറിച്ച് സ്വന്തം ഇല്ല, അങ്ങനെ ഒരു ക്ഷേത്രമേ ഇല്ല, സ്വന്തമായിട്ട് ഒരു ക്ഷേത്രമില്ല, അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശുപാർശ കൊടുത്തു എന്നുള്ള വ്യാജ വാർത്ത വന്നിങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ, അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാകുമ്പോൾ ഇത്തരം വിഷമങ്ങളിലുണ്ടാവും. ആ വിഷമങ്ങൾ സഖാവ് ഇ പി ജയരാജനെ ബാധിച്ചിട്ടുണ്ട്, എന്നെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും, നമ്മളെല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി ഇത്തരമൊരു ചർച്ച വേണ്ടതില്ല. കാര്യങ്ങൾ വളരെ ശുഭപര്യവസായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നതമായ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ട് തന്നെ ഈ വിഷയം അവസാനിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ സഖാവ് ഇ പി ജയരാജന്റെ മനോഗതങ്ങളും മാനസിക വ്യാപാരവും അറിയുന്നത് ശ്രീ ജെ ആർ പത്മകുമാറിനും ശ്രീ സണ്ണി ജോസഫിനുമാണ് എന്ന് അവരിവിടെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് അക്കാര്യത്തിൽ അവരോട് തർക്കിക്കാനാവില്ല എൻ്റെ അഭിലാഷേ. ശരി, ശ്രീ സണ്ണി ജോസഫ്, ഇത് എങ്ങനെയാണ് ശുഭപര്യവസായി ആവുക എന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു നിയമപ്രശ്നം വരാനുള്ള സാധ്യത, കാരണം റിയാബിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൊതുവായി നിയമനം നടത്താനുള്ള ഒരു മാനദണ്ഡമായി സ്വീകരിക്കപ്പെട്ടതാണ് എങ്കിലും ഇവിടെ ഈ KSIEയുടെ കാര്യത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു മാനദണ്ഡമോ യോഗ്യതയോ ഇല്ല, ഒരു അപ്പോയിൻമെൻറ്റ് മാനുവലില്ല. ഈ മന്ത്രിക്ക് നിയമനം നടത്തുന്നതിൽ തടസ്സമില്ല. മന്ത്രി നിയമനം നടത്തി എന്നുള്ളത് സുവ്യക്തമാണ്, അക്കാര്യം താങ്കൾ രേഖകൾ സൂചിപ്പിച്ച് പറയുകയുണ്ടായി. പക്ഷേ മന്ത്രി അങ്ങനെ ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ, നിയമപരമായി തെറ്റാണ് സ്ഥാപിക്കാൻ നമ്മുടെ മുൻപിൽ വസ്തുതകളില്ല, അല്ലെങ്കിൽ നിലവിലുള്ള കീഴ്വഴക്കമോ നിലവിലുള്ള നിയമങ്ങളോ ഇല്ല എന്നിരിക്കെ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ 13(1)യിൽ പെടുത്തി കേസെടുക്കുക എന്ന സംശയം സംഗതമാണ്. എന്ന് മാത്രമല്ല, അവിടെ ഈ 13(1)D പ്രയോഗിക്കണമെങ്കിൽ തന്നെ ആർക്കെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കണമല്ലോ. ഇവിടെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല, ഈ നിയമനം എന്നുള്ളത് സാധ്യമായിട്ടേ ഇല്ല, അത് നടന്നിട്ടില്ല. അത് നടക്കുന്നതിന് മുൻപ് തന്നെ വിവാദം വന്നു, അതുകൊണ്ട് തന്നെ ആ നിയമനം ഇല്ലാതായി. അതുകൊണ്ടൊക്കെ ഒരു കേസ് ഉണ്ടാകാനുള്ള സാധ്യത, ഇനി കേസ് ഉണ്ടായാൽ തന്നെ അത് നിലനിൽക്കാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ വിരളമാണല്ലോ. അപ്പോൾ ഈ ശുഭപര്യവസായിയായി കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് തോന്നുന്നു? ഇ പി ജയരാജനെ CPIM എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഞാനൊരു സെക്കൻഡ്, മനോജ് വളരെ ക്ലവറായിട്ട് ആർഗ്യുമെൻ്റ് അവതരിപ്പിക്കാൻ പറ്റിയ വ്യക്തിയാണ്, എനിക്കറിയാം. അദ്ദേഹം വളരെ തന്ത്രപരമായി പറഞ്ഞു, ഇത് ജയരാജൻ മാത്രം, CPM മാത്രം നടത്തിയ വലിയൊരു മഹത്വവൽക്കരണമാണ് ഈ ഒരു കുറ്റത്തിന് രാജിവെച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, KK രാമേന്ദ്രൻ മാസ്റ്റർ കോൺഗ്രസ് നേതാവ് എന്തിനാണ് രാജിവെച്ചത്? ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ, അദ്ദേഹം നേരിട്ട് ഇടപെടാത്ത വകുപ്പിൽ ഒരു നിയമനക്കാര്യത്തിൽ, ഒരു ഡെയിലി വേജസ് നിയമനക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു കമൻറ്റ് പറഞ്ഞപ്പോഴാണ് പിന്നീട് സുപ്രീം കോടതി അത് റദ്ദാക്കി. എന്നാൽ രാമേന്ദ്രൻ മാസ്റ്റർ രാജിവെച്ചു. ആ ചരിത്രം മറക്കരുത്. MP ഗംഗാധരൻ എന്താ രാജിവെച്ചത്? MP ഗംഗാധരൻ്റെ മകളുടെ വിവാഹം നിശ്ചയം നടക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായം 18 ആയില്ല എന്ന് പറഞ്ഞതാണ്ട് കേസ് വന്ന പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് MP ഗംഗാധരൻ മന്ത്രിയായിരിക്കെ രാജിവെച്ചത് എങ്കിൽ ഇതിലെ മൂല്യങ്ങളെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തകയാണ് മൂല്യങ്ങൾ എന്ന രൂപത്തിലുള്ള മനോജിൻ്റെ വാദഗതി ചരിത്രത്തോട് ഉള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ലീഗാലിറ്റി, ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ലീഗാലിറ്റി വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനത് ജയരാജനെതിരെ ഒരു ആർഗ്യുമെൻ്റ് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒറ്റ കാര്യം, അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഫയൽ കാണണം. ഇത് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്, അഭിലാഷ് തന്നെ പറഞ്ഞ കാര്യമാണ്. ആ ഫയൽ നമ്പർ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, വ്യവസായ സെക്രട്ടറിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആൻ്റണി ഈ ഫയൽ മുഖ്യമന്ത്രി കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഈ ഫയൽ പോയില്ല? പിന്നെ റിയാബ് ചില മാനദണ്ഡങ്ങൾ, റിയാബിനെ ഗവൺമെൻറ്റാണ് ചുമതലപ്പെടുത്തിയത്.
റിയാബിനെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ ചുമതലപ്പെടുത്തുകയും ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പരസ്യം ക്ഷണിക്കുകയും ചെയ്തിട്ട് ആ മാനദണ്ഡങ്ങളിൽ യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് നിയമനം കൊടുത്ത് ഉത്തരവായി. ആ വ്യക്തി ജോയിൻ ചെയ്യാത്തതിൻ്റെ വേറെ കാരണം അപ്പോഴത്തേക്കും ഈ വിഷയം പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട വാർത്തയായിട്ട് വന്നപ്പോഴേക്കും അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിയേണ്ടതായിട്ട് വന്നു. അതുപോലെ വേറൊരു പെൺകുട്ടി, പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല, ആ പേരൊന്നും ബൈഹാർട്ടായിട്ട് പഠിച്ചു പോയി അറ്റാക്ക് ചെയ്യാനോ അറിയാനോ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് വേറൊരാൾ ജോലിയിൽ പ്രവേശിച്ച മറ്റൊരു ബന്ധുവും രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഒരാൾ പ്രവേശിക്കാൻ കഴിയാതെ വന്നു. അപ്പോയിൻമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്താൽ ദാറ്റ് പ്രോസസ് ഈസ് ഓവർ. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ തീരുമാനത്തിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ജയരാജന് ക്രിമിനലായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, മോറലായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ജയരാജനെ രക്ഷപ്പെടുത്താനുള്ള ഭരണസ്വാധീനം ഉപയോഗിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്, അങ്ങനെയാണോ ശ്രീ പി എം മനോജ്? ഇതിന്റെ ശുഭാന്ത്യം എന്ന് പറയുന്നത് കേസിൽ പെടാത്ത ജയരാജൻ എന്നുള്ളതാണോ? സാങ്കേതികമായ ഒരു മന്ത്രിയെ കൂടി ഉൾക്കൊള്ളിക്കാമല്ലോ, 21 മന്ത്രിമാരാകാം. അതുകൊണ്ട് ഇനി ജയരാജന്റെ വഴി അടഞ്ഞു എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനാകില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് പാർട്ടി വിലയിരുത്തിയതിന് ശേഷം ഇനി വിജിലൻസ് എന്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയമായി അക്കാര്യത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന ശുഭാന്ത്യം എന്താണ്? അഭിലാഷ്, അതിനു മുമ്പ് എൻ്റെ ക്ലെവർനെസ്സിനെ പുകഴ്ത്തിക്കൊണ്ട് ശ്രീ സണ്ണി ജോസഫ് എന്നെക്കാൾ 1000 മടങ്ങ് ക്ലെവറായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എന്താ? 2 മന്ത്രിമാർ, രാമചന്ദ്രൻ മാഷും അതുപോലെ MP ഗംഗാധരനും, ഇവർ 2 പേര് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം. 2 പേരും മറ്റ് ഗത്യന്തരമില്ലാതെ കോടതി പറഞ്ഞപ്പോഴാണ് രാജിവെച്ചത്. അതായത് ഒന്ന്, പിന്നെ കോടതി രാജിവെക്കാൻ പറഞ്ഞില്ല, പക്ഷെ കോടതി എന്താ പറഞ്ഞത്? പ്രായപൂർത്തിയാവാത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്ത കേസിൽ പ്രതി. മറ്റേത് കൃത്യമായി ഹൈക്കോടതിയുടെ പരാമർശം. EP ജയരാജനെതിരായിട്ട് ഇതുവരെ ഒരു കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടില്ല. മറിച്ച് അവിടെയാണ് ഞാൻ വരുന്നത്. സഖാവ് EP ജയരാജൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നിയമപ്രശ്നവും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ഇപ്പൊ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. വിജിലൻസ് അതിന്റെ വഴിക്ക് അന്വേഷിക്കട്ടെ. ആരും അത് തടയാൻ പോകുന്നില്ല. അതായത് വിജിലൻസ് കോടതിയുടെ പരാമർശം വന്നപ്പോ രാജിവെച്ച മന്ത്രിയുടെ രാജിക്കത്ത് വാങ്ങി പോക്കറ്റിലിട്ട് വേറൊരു കോടതിയെ കൊണ്ട് മറ്റൊരു പരാമർശം ഉണ്ടാക്കിച്ചതിന് ശേഷം ആ മന്ത്രിയുടെ രാജി പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം നമ്മൾ കണക്ക് വെച്ചിട്ട് നോക്കാം, അനുഭവം വെച്ചിട്ട് തന്നെ താരതമ്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിണറായി വിജയൻ അടങ്ങുന്ന CPIM എന്ന പാർട്ടി, ആ CPIM എന്ന പാർട്ടി അടങ്ങുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിയമവിരുദ്ധമായോ നിയമത്തിന് അതീതമായോ ഒരു കാര്യവും ചെയ്യില്ല എന്നതും, അതോടൊപ്പം തന്നെ സഖാവ് EP ജയരാജൻ നിയമത്തിന്റെ പരിശോധനയിൽ നിന്ന് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം അത് കേരളത്തിന് മുന്നിൽ തെളിഞ്ഞു വരുമെന്നും, ആ തെളിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായി ഇന്ന് കല്ലെറിഞ്ഞവരുൾപ്പെടെ പശ്ചാത്തപിക്കേണ്ടി വരും എന്നതുമാണ് ഞാൻ പറഞ്ഞ ശുഭപര്യവസായി. അങ്ങനെയുള്ളൊരു ശുഭപര്യവസാനം ഈ നാടകത്തിന് അല്ലെങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ CPIM കരുതാം. ശ്രീ A സജീവൻ, ഒരു മന്ത്രിയെ കൂടി ഉൾക്കൊള്ളാം. അങ്ങനെ 21ാം മന്ത്രിയായി EP ജയരാജൻ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? EP ജയരാജന് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്താൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായിട്ട് നിലപാടിലെ വ്യതിയാനത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ മാറ്റിയെടുത്തത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രശ്നത്തിൽ EP ജയരാജൻ്റെ ഈ പ്രശ്നം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി സെക്രട്ടേറിയറ്റിലും വന്ന സമയത്ത്, അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ മന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും അവിടെയൊക്കെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ആകെ പറഞ്ഞായിട്ട് വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ശ്രീമതി ടീച്ചർ മാത്രമാണ് ജയരാജന് അനുകൂലമായിട്ട് നിന്നതെന്നാണ്. അപ്പോൾ അതിനർത്ഥം പാർട്ടി പൂർണ്ണമായിട്ടും ഒരു നിലപാടെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹത്തെ വീണ്ടും എങ്ങനെയെങ്കിലും ക്ലീൻ ചിറ്റ് വാങ്ങിയിട്ട് മന്ത്രിയാക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാ ആളുകളും പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ CPMനെ കുറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 20ാമത്തെ മന്ത്രിക്ക് അപ്പുറത്ത് 21ാമത്തെ മന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും വെച്ചാൽ പോലും EP ജയരാജനെ
CPM വെക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വെക്കുമ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണമേ ഉണ്ടാക്കൂ. എനിക്ക് EP ജയരാജനോട് ഒരു വിരോധവുമില്ല. തീർച്ചയായും വെക്കാൻ സാധ്യതയുമില്ല. കാരണം വിജിലൻസ് എന്ത് തീരുമാനിച്ചാലും തെറ്റുപറ്റി എന്നുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ മാറില്ല എന്ന് കരുതണമല്ലോ നമ്മൾ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സജീവൻ, ശ്രീ PM മനോജ്, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ JR പത്മകുമാർ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.